ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരംഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ്ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അഭിസതതമീഡേ ഗുരുവരാൻ. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. വിഗതസകലഭേദം സ്വപ്രകാശേന വേദ്യം ഹൃദി ബഹിരപി ഹൃദി പൂർണ്ണം ശാന്തബോധസ്വഭാവം. പ്രകൃതിവികൃതിഹീനം ബന്ധമുക്ത്യോർവിമുക്തം ഹൃദി കലയ സദൈവ ശുദ്ധബുദ്ധ്യാ ച ഭക്ത്യാ. ഹൃദി കലയ സദൈവ ശുദ്ധബുദ്ധ്യാ ച ഭക്ത്യാ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം ഹരി ഓം ഹരി. നമുക്കെല്ലാവർക്കും കൂടി പതിവ് പോലെ ഒരു ഓംകാര ജപ തപോനുഷ്ഠാനം നടത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ പ്രസരണം, അഭൗമവും ദിവ്യവുമായ പ്രസരണം തൃശ്ശൂർ നഗരത്തിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്തിലുമല്ല, ഭാരതമെന്ന ഉപഭൂഖണ്ഡത്തിലും അല്ല, അതെല്ലാം കടന്ന് ആഗോളവ്യാപകമായ ഒരു സ്വാധീനത്തോടു കൂടി എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, ആ മനസ്സിലാണല്ലോ ഈ ഭാവന, എന്നിട്ട് നിങ്ങളെല്ലാവരും ജപിക്കൂ. ആ ജപിക്കുന്ന സ്വരം നിങ്ങൾ തന്നെ നല്ലപോലെ ചെവി കൊടുത്ത് കേൾക്കും വേണം. അപ്പോഴാണ് നമുക്ക് സന്തോഷവും സാഫല്യവും ഒക്കെ തോന്നുക. കേൾക്കുന്നത് വളരെ പ്രധാനമാണ്. ദാ ഓ പതുപോലെ ഒക്കെ അടഞ്ഞ മട്ട. ഇതെന്താ അങ്ങനെ പിന്നെയും പിന്നെയും പറയേണ്ടി വരണേ? ഇതാ എല്ലാവരും കൂട്ടായി ജപിക്കൂ. ഓ പോരാട്ടോ, ശരിയായില്ല, ഒന്നും കൂടി തികയട്ടെ. ഓ ഹരി ഓം തത്സത്. ജയഗുരു. ഇങ്ങനെ കൂട്ടായി ജപിക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞ ഉദ്ദേശത്തിന് പുറമേയുള്ളൊരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എല്ലാവരുടെയും ഉൾവ്യക്തിത്വം ഒരു പുതിയ ആത്മിക സ്ഫുരണത്തോടു കൂടി തയ്യാറായി നിൽക്കണം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധാരണ ഇതിഹാസങ്ങളിലും നമ്മുടെ പുരാണങ്ങളിലുമെല്ലാം പറയുന്ന കഥ പോലെ ഒരു കഥയല്ലാതെ ഇത് വാസ്തവത്തിൽ തത്വകഥനമാണ്. അതും ആത്മതത്വകഥനമാണ്.
ആത്മതത്വകഥനം. ആത്മാ എന്ന വാക്കിന് അർത്ഥം എന്താ? അഹം പ്രത്യയ ഗോചരഃ. ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. എന്താ അതിനർത്ഥം പറയൂ നിങ്ങൾ? ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഉത്തമ പുരുഷ പദമാണ്, ഫസ്റ്റ് പേഴ്സൺ. അതില്ലാതെ സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ഉണ്ടാവില്ല. ഒരു കുട്ടിയെ ആദ്യമായി നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? ഞാൻ, നീ അല്ലെങ്കിൽ നിങ്ങൾ. അമ്മ പറയും എന്നെ നീ എന്ന് പറയണം, നിന്നെ ഞാൻ എന്ന് പറയണം. ഞാൻ ഉണ്ടെങ്കിലേ നീ ഉണ്ടാവുള്ളൂ. അപ്പോഴേ അവനോ ഇവനോ അവരോ ഇവരോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ പുറമെ ഒന്നുമല്ല, അവനവൻ്റെ ഉള്ളിലുള്ള ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ഞാൻ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരമല്ല. നമ്മുടെ ശരീരത്തെ നാം എൻ്റെ ദേഹം എന്നാണ് പറയുന്നത്. അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിനെയും നാം എൻ്റെ മനസ്സ്. ഇന്ന് എനിക്ക് മനസ്സിന് സുഖമില്ല, എനിക്ക് മനസ്സിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അവിടെ നിൽക്കണു, ഞാൻ ഉപയോഗിക്കുന്ന മനസ്സുണ്ടല്ലോ അതിന് സുഖമില്ല എന്നാണ് പറയണേ. എനിക്ക് തലവേദന, തലയിലാണ് വേദന, എനിക്കല്ല. എന്താ വിഷമം? ശരീരത്തിനോ മനസ്സിനോ എന്ന് ചോദിക്കും നമ്മൾ. അതുമാതിരി എൻ്റെ ബുദ്ധിക്ക് കൂർപ്പ് കുറച്ച് കുറവാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഒന്ന് നല്ലോണം ആലോചിക്കണം, ഒന്ന് നല്ലോണം പറയും വേണം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ അയാൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അപ്പം അഹങ്കാരവും നമ്മളല്ല. അങ്ങനെ ഇതൊന്നുമല്ലാത്ത ഒരു ഞാൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വ്യക്തിത്വത്തിൻ്റെ അധിഷ്ഠാനമായി ആധാരമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിങ്ങനെയാണെന്ന് ആരെങ്കിലും ചിന്തിക്കാറോ പരാമർശിക്കാറോ ഉണ്ടോ? ഇല്ല. എന്താ കാരണം? ചോദിച്ചു തന്നെ മനസ്സിലാക്കണം. ഞാൻ ചിലരോടൊക്കെ ചോദിക്കും, നിങ്ങൾ കുറേ കാലമായല്ലോ ജീവിക്കണു, എന്താണ് ജീവിതം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ജീവിതം? അയ്യോ സ്വാമിജി ആലോചിച്ചിട്ടേ ഇല്ല. എന്താണ് ഈ ലോകം? അതിനെവിടെയാ സമയം? കല്യാണം കഴിച്ചവരോട് ചോദിക്കും, കല്യാണത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താ? അയ്യോ അത് ആലോചിച്ചിട്ടേ ഇല്ല, കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ പെരുമാറുന്നതൊന്ന്, സമ്പർക്കം നടത്തുന്നതൊന്ന്, സംസാരിക്കുന്നതൊന്ന്, ആലോചിച്ച് മനസ്സിലാക്കുന്നത് വേറെ ഒന്നാണ്. ആ ആലോചിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നതിലാണ് മനുഷ്യർ തമ്മിലുള്ള മാറ്റം. മനസ്സ് ആലോചിക്കില്ല, മനനം ചെയ്യുള്ളൂ. ആലോചന എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു പ്രത്യേക ദൗത്യമാണ്. കാണുന്ന വിഷയത്തിൽ കണ്ണെങ്ങനെ സർവസ്വതന്ത്രമോ പരമാധികാരിയാണ്. കേൾക്കുന്നതിൽ ചെവി, അതുപോലെ ആലോചിച്ച് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിയാണ് നമ്മുടെ സർവസ്വം. ഈ ബുദ്ധിയെ എല്ലാവരും വേണ്ടതുപോലെ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം മറുപടി പറയാൻ. എന്നാൽ ഇല്ലേ, ബുദ്ധിമാന്മാരില്ലേ, ഗവേഷണ വിദഗ്ധന്മാരില്ലേ? പലരുമുണ്ട്, നമുക്ക് ഇല്ലായൊന്നുമില്ല. ആ പലരുമുണ്ടെങ്കിലും അവരൊക്കെ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. കാണുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന പ്രപഞ്ചത്തെക്കുറിച്ച്. ഏത് പ്രപഞ്ചം? കാണുന്നതോ? ആര് കാണുന്നു? താൻ കാണുന്ന പ്രപഞ്ചം. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഏതാ മുമ്പിൽ വരണത്? ദൃശ്യം, കാണപ്പെടുന്ന പ്രപഞ്ചമോ മുൻപിൽ, അതോ കാണുന്ന താനോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ മറുപടിയുള്ള കൂട്ടരെ? When you are looking at something, is that something first or you who are going to look at it first? ഏതാ ഒന്നാമത്? എന്താ മിണ്ടാത്തെ? കാണുന്ന താനോ മുൻപിൽ, അതോ കാണപ്പെടുന്ന വസ്തുവോ മുൻപിൽ എന്നാ ചോദ്യം. കാണുന്ന താനാണ്. അപ്പം കാണപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഗവേഷണം ചെയ്യുന്നുണ്ട്, അന്വേഷണം ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാറ്റിനെയും കാണുന്ന
ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ഉത്തമ പുരുഷൻ ഉണ്ടല്ലോ, ഞാൻ, അതാരും അന്വേഷിക്കുന്നില്ല. എന്താ പറയുക? അതൊരു സ്വഭാവമാണ് മനുഷ്യരുടെ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ടല്ലോ ഓരോന്നിനും. അതുപോലെ ഈ സ്വഭാവത്തിനെ കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിച്ച് അതിലൊരു മാറ്റം വരുത്തി ആലോചനാ മേഖലയിൽ, വിചാര മേഖലയിൽ നാം പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ സാധാരണ അനുഷ്ഠാനം ചെയ്തു പോരുന്ന ഭക്തി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് വിട്ട് ആ ഉത്തമമായ ഭക്തി എന്ത്, ഭഗവാൻ ആര്, എന്ത്, ഭഗവാനോട് അടുക്കാനുള്ള വഴി എന്ത്, അടുക്കുന്നുണ്ടോ, അടുത്തതിൻ്റെ പരമാവധി എന്താ, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ആലോചന വേണം. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമുക്ക് 4 വിധത്തിലുള്ള പ്രവർത്തന തലങ്ങളാണ്. ഒന്ന് ഐന്ദ്രിയ തലം, ദേഹതലം. ഈ ദേഹം തന്നെ 10 ഇന്ദ്രിയങ്ങളെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദേഹം. ഈ ദേഹത്തിന് വേറെ ഒരു ഉദ്ദേശവുമില്ല. കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളെ നിലനിർത്തി പോഷിപ്പിച്ച് നിർത്തി പ്രവർത്തനക്ഷമമാക്കി നിർത്തുക. പിന്നെയോ കയ്യും കാലും മലമൂത്ര വിസർജന ദ്വാരങ്ങൾ ഇതെല്ലാം പ്രവർത്തിക്കുന്ന തരത്തിലാക്കി തീർക്കുക. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും കൂടി 10 ഇന്ദ്രിയങ്ങൾ നമ്മുടെ ദേഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ദേഹത്തിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്, ആ 10 ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദേഹത്തിന് ഭക്ഷണവും കാറ്റും വെള്ളവും ഒക്കെ കൊടുത്ത് നാം പരിരക്ഷിക്കുന്നതും നിലനിർത്തുന്നത്. ദി ഓൺലി പർപ്പസ് ഓഫ് ദ ബോഡി ഈസ് ടു എനേബിൾ ദ 10 സെൻസസ് ടു ബി പ്രസൻറ്റ് ആൻഡ് ടു ബി ആക്റ്റീവ് ഇൻ എ വെരി എഫിഷ്യൻറ്റ് മാനർ. സമർത്ഥമായി പ്രവർത്തിക്കണം. ആ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് ഈ 10 ഇന്ദ്രിയങ്ങൾ ദേഹത്തിൽ വച്ചിരിക്കുന്നത്. എന്നിട്ടോ ആ ദേഹത്തിന് ഭക്ഷണം കഴിക്കുന്നത് വായിലൂടെ. ദഹനപ്രക്രിയ മുഴുവൻ നടക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലാണ്, നമുക്ക് കാണാൻ പറ്റില്ല. കഴിച്ച ഭക്ഷണം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രക്തമായി രൂപാന്തരപ്പെടുന്നു. അതിനുവേണ്ടി പല വിധത്തിലുള്ള അവയവങ്ങളുണ്ട്. നമ്മുടെ ഡോക്ടർമാർക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ ആലോചിച്ച് നോക്കൂ. വലിയ കുടലിനൊരാൾ, ചെറിയ കുടലിനൊരാൾ, പാൻക്രിയസിനൊരാൾ, കരളിനൊരാൾ. വലത്തെ കണ്ണിനൊരാൾ, ഇടത്തെ കണ്ണിനൊരാളായിട്ടില്ല തോന്നുന്നു. അധികം താമസിക്കാതെ അതും വരും. മൂക്കിൻ്റെ ഈ തുളയിലൊന്ന്, ആ തുളയിൽ വേറെ ഒന്ന്. സ്പെഷ്യലൈസേഷനാണ്. ഈ പ്രക്രിയ മുഴുവൻ നടക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. എന്തിനു വേണ്ടി? ശരീരത്തെ നിലനിർത്താൻ. എന്നിട്ടോ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റിയ തരത്തിൽ അവയെ പരിപാലിക്കാൻ. ഇതാണ് ഉദ്ദേശം. എന്നാൽ ഈ ഇന്ദ്രിയങ്ങൾ സ്വയം പ്രവർത്തിക്കില്ല. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി ദേഹത്തിനുള്ളിലുള്ള മനസ്സ് വേണം. ആ മനസ്സിനെ വേണ്ടതുപോലെ ദിശ നൽകി നയിക്കണമെങ്കിൽ അറിവ് സ്വരൂപമായിട്ടുള്ള ബുദ്ധി വേണം. ഇങ്ങനെ ബുദ്ധിയുടെ പ്രവർത്തനം, മനസ്സിൻ്റെ പ്രവർത്തനം, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, ഇതെല്ലാം കൂടി ഏതോ ഒരു കേന്ദ്രീയ ബിന്ദു ഉണ്ടല്ലോ, അതിൽ നിന്നാണത് പ്രവർത്തിപ്പിക്കപ്പെടുന്നത്. അതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് 4 തലത്തിലുള്ള പ്രവൃത്തികളാണ്. ഒന്ന് ഐന്ദ്രിയ തലം, ദേഹതലം. അപ്പോൾ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, മൂക്ക് കൊണ്ട് മണക്കുക, ത്വക്ക് കൊണ്ട് സ്പർശിക്കുക, നാവ് കൊണ്ട് രസിക്കുക. അതുമാതിരി കൈ കൊണ്ട് പിടിക്കുക, കാലുകൊണ്ട് നടക്കുക, നിൽക്കുക, കിടക്കുക, പലതും. അതുമാതിരി ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ട് അതാത് പ്രവൃത്തികൾ ചെയ്യുക, ജനനേന്ദ്രിയമടക്കം. ഇതൊക്കെയാണ് നമ്മുടെ പ്രവൃത്തികൾ. ആ പ്രവൃത്തികളാണ് സമ്പർക്ക രൂപത്തിലായിത്തീരുന്നത്. ഇതെല്ലാം കൂടി ഐന്ദ്രിയ തലത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്. അതിന് നമ്മൾ വില കൽപ്പിക്കുകയാണെങ്കിൽ എത്ര കൽപ്പിക്കാം? എല്ലാം കൂടി ആകത്തൊക്കെ കണക്കിലെടുത്ത് ഒരു വില എന്ന് വിചാരിച്ചോളൂ. ഒരു 5 മിനിറ്റ് ദേഹതലത്തിൽ പ്രവർത്തിച്ചാൽ നമുക്കതിന് വില കൽപ്പിക്കാൻ പോണത് ഒന്നാണെങ്കിൽ, ഇനി സ്വതന്ത്രമായ ഒരു തലമുണ്ട്. അതെന്താ? വാചിക തലം. വായയുടെ ഉള്ളിലുള്ള നാവും തൊണ്ണും പല്ലും എല്ലാം കൂടി പുറത്ത് കൊണ്ടുവരുന്നതാണ് ശബ്ദം. ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇതോ വായപ്പെട്ടതാണോ? ദ്രവ്യപ്രപഞ്ചം ഭഗവാൻ ഉണ്ടാക്കിയെന്ന് പറയാം, നമുക്ക് പ്രകൃതി രചിച്ചു എന്ന് പറയാം. എന്നാൽ ശബ്ദപ്രപഞ്ചമുണ്ടല്ലോ കൂട്ടരെ, മനുഷ്യൻ മാത്രമാണ് രചിക്കുന്നത്.
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓ, കൃഷ്ണൻ പറയാണ് ഈ ശബ്ദപ്രപഞ്ചം ദ്രവ്യപ്രപഞ്ചത്തേക്കാൾ എത്രയോ മികച്ചതാണെന്ന്. എത്ര ഭാഷയാണ്, എത്ര വാക്കുകളാണ്, എത്ര സ്വരങ്ങളാണ്, അവയെല്ലാം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെയാ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മനുഷ്യമുഖത്തിൽ നിന്ന് മാത്രമേ പുറത്തു വരുള്ളൂ. ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനാണ് എന്ത്? വായ, നാവ്, ശബ്ദനാളം. അപ്പം അത് സ്വതന്ത്രമായ ഒന്നാണ്. ദൈഹിക പ്രവൃത്തി ഐന്ദ്രിയതലം, അത് കഴിഞ്ഞാൽ വാചികം, ശബ്ദം. ഇത് രണ്ടും നമുക്ക് പുറത്ത് എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റും. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, എൻ്റെ കൈ അനക്കിയാൽ നിങ്ങൾ കാണും, കാലുകൊണ്ട് നടന്നാൽ നിങ്ങൾ കാണും. അതുകൊണ്ട് അത് രണ്ടും ദൃശ്യത്തിൽപ്പെട്ടതാണ്. കഴിഞ്ഞു. പുറമേയുള്ള പ്രവൃത്തികൾ ഇത് രണ്ടുമേ ഉള്ളൂ, ദേഹതലത്തിലും നമ്മുടെ വാചിക തലത്തിലും. ഇനി ഉള്ളിലോ ഇവയെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സദാ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സ് ആവശ്യമാണ്. മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി ബന്ധപ്പെട്ടാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. സോ ഇന്ദ്രിയങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കാൻ സാധിക്കില്ല, നാവിന് സ്വയം സംസാരിക്കാൻ പറ്റില്ല. മനസ്സ് ഈ രണ്ടിനെയും വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഐന്ദ്രിയ പ്രവൃത്തിയും വാചിക പ്രവൃത്തിയും ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തു വന്നു? ബാഹ്യമായിട്ടുള്ള ദേഹതലം, ഐന്ദ്രിയതലം, വാചികതലം അത് ദൃശ്യമാണ്, അതിന് വില കുറവാണെന്ന് പറഞ്ഞു. എന്താ കാരണം? അതിന് സ്വതന്ത്ര പ്രവർത്തനമില്ല. ദേഹതലത്തിനേക്കാൾ ശക്തി കൂടിയതാണ് വാചികതലം. അപ്പോൾ ദേഹത്തിൻ്റെ തലത്തിലുള്ള പ്രവർത്തനത്തിന് ഒരു വിലയുണ്ടെങ്കിൽ, ഇഫക്റ്റ്, ഫലമുണ്ടെങ്കിൽ വാചികത്തിന് 10 ഫലം. മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തിനോ 100 ഫലം. എന്നാൽ മനസ്സിന് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അതൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സെന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് വസ്തുക്കളെ സംബന്ധിച്ച ഒരു പ്രതിച്ഛായ, ഒരു പ്രതിബിംബം മനസ്സ് തന്നിൽ തന്നെ ഉണ്ടാക്കി തീർക്കുന്നു. ഞാൻ നിങ്ങളെ കാണുന്ന പ്രക്രിയയ്ക്ക് കണ്ണ് ഒരു ഉപകരണം മാത്രമായിട്ടാണ് നിൽക്കുന്നത് മനസ്സിൻ്റെ ഹസ്തങ്ങളിൽ. ഈ കണ്ണുപയോഗിച്ച് കണ്ടതിനെ മനസ്സിൽ ഒരു പ്രതിച്ഛായയായി രൂപീകരിച്ച് ഓർമ്മ വയ്ക്കുന്നതൊക്കെ മനസ്സാണ്. പക്ഷേ ആ മനസ്സ് ഈ ഐന്ദ്രിയ ഛായകൾ മാത്രമേ എടുക്കുള്ളൂ. അതൊരു ഡാറ്റ കളക്ഷൻ പോലെയാണ്. വസ്തുവിവരങ്ങളുടെ കണക്കെടുത്ത് തന്നു, അതിനെ പരിശോധിച്ച് നോക്കി, അതിൽ തള്ളേണ്ടത് തള്ളി, കൊള്ളേണ്ടത് കൊണ്ട് താരതമ്യ പഠനം നടത്തി, അതിലെന്തെല്ലാമാണ്, എത്രയാണ് നല്ലത് ചീത്ത എന്നൊക്കെ വിശകലനം ചെയ്ത് അറിവായി രൂപാന്തരപ്പെടുത്തി മനസ്സിന് ദിശ നൽകുന്നത് ബുദ്ധിയാണ്. അതിന് 1000 ഫലം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 1, 10, 100, 1000. എന്തു പറയണു? എന്താ ബുദ്ധിയുള്ളവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണത്? ഞാൻ ചിലപ്പോൾ ചില ആശ്രമത്തിൽ ഉള്ള കുട്ടികളോട് പറയും, ജോലി ചെയ്യുന്ന കുട്ടികളോട്, അതെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ജോലി ചെയ്യണു, ഇവിടെ നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യണു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്ന്? ഇവരിങ്ങനെ സുഖമായിട്ട് കസേരയിലിരിക്കുക, എന്തോ കമ്പ്യൂട്ടർ നോക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു വിചാരമില്ല, സ്വാമിജി അവിടെ വെറുതെ ഒന്നുമല്ല ഇരിക്കണേ, ഞങ്ങളെക്കാളിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർ പറയും. അപ്പോൾ സാധാരണ ഈ ബുദ്ധി കൊണ്ടുള്ള ജോലിയാണ്. ബുദ്ധി കൊണ്ട് ഒരു പടുയുദ്ധത്തിൽ പോലും ആ ചീഫ് ഓഫ് സ്റ്റാഫ് എവിടെയായിരിക്കും? വെറുതെ ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിലോ പറ്റിയ സ്ഥലത്തോ ഇരിക്കുകയുള്ളൂ. അങ്ങോട്ടിരുന്ന് ആലോചിച്ച് ക്ഷോഭമില്ലാതെ എന്ത് നടന്നു, എപ്പോൾ നടന്നു, അതിന് പ്രതിരോധം എന്ത് വേണം, മുന്നേറ്റം എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ച് പറഞ്ഞു കൊടുക്കുക മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. അപ്പോൾ ബുദ്ധിജീവികൾക്കാണ് എപ്പോഴും കൂടുതൽ വിലയും കൂടുതൽ സ്ഥാനവും. അവർക്ക് സഞ്ചരിക്കാൻ ഒരു കാറൊക്കെ കൊടുക്കുന്നത് എന്തിനാ? കമ്പനികൾ. അവർ ബുദ്ധിമുട്ടാതെ, ശരീരത്തിന് വിഷമില്ലാതെ വരണം, വേഗം വരണം, നേരം വൈകരുത്. കാറിൽ വരുമ്പോൾ, സ്വന്തം കാറിൽ വരുമ്പോൾ സമയം കുറച്ചേ വേണ്ടൂ, അതിവിടെ വന്ന് വേണ്ടതുപോലെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സൗകര്യങ്ങൾ കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല ഉദ്ദേശം. അവർ സുഖസൗകര്യങ്ങളോട് കൂടി ഇരുന്നാലേ ആലോചിക്കാനും കാര്യങ്ങൾ നടത്താനും പറ്റുള്ളൂ. അപ്പോൾ ഈ ബൗദ്ധ പ്രവർത്തനം വളരെ വിശേഷപ്പെട്ടതാണ്.
ആ ബൗദ്ധ പ്രവർത്തനമാണ് ഈ അഷ്ടാവക്ര സംഹിതയിലെ അടിമുടി, ഭഗവത്ഗീതയിലെ അടിമുടി, ബ്രഹ്മസൂത്രത്തിലെ അടിമുടി. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ബ്രഹ്മസൂത്രത്തിന് മുഴുവൻ പറയുന്നത് യുക്തിഗ്രന്ഥമാണത് എന്നാണ്. യുക്തിഗ്രന്ഥം ഉപനിഷത്തുകളിൽ പറഞ്ഞത് മുഴുവനും യുക്തിസഹമായി. അഥാതോ ബ്രഹ്മജിജ്ഞാസ, അതുകൊണ്ട് ഇപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന്. എന്തുകൊണ്ട് ഇപ്പോൾ എന്തേ, ഇതിനു മുമ്പ് എന്തേ ഉണ്ടാവാത്തത്? കുറച്ച് വൈകിച്ചാൽ എന്താ വിരോധം? ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെക്കുറിച്ച് അന്വേഷിക്കണു. എന്തിന് ബ്രഹ്മത്തെക്കുറിച്ച് അന്വേഷിക്കണം? ഇവിടെ അന്വേഷിക്കാൻ വേറെ പലതുമില്ലേ? എന്താ ബ്രഹ്മത്തിന് വിശേഷം? ആ ബ്രഹ്മത്തിനെ അന്വേഷിക്കുകയാണോ വേണ്ടത്? അതൊരു കൊടയും വടിയും ഒരു കിണ്ടിയും കണ്ണും ഒക്കെ ആയിട്ട് പോയി അങ്ങനെ സ്വീകരിക്കണോ? ഇല്ല. ജിജ്ഞാസ, ജ്ഞാതുമിച്ഛാ ജിജ്ഞാസ. ആ ബ്രഹ്മത്തെ അറിയണം, അറിവിലൂടെ ബുദ്ധിയിലൂടെ സമീപിക്കണം. ഇതാണ് ആദ്യത്തെ ബ്രഹ്മസൂത്രം. അഥാതോ ബ്രഹ്മജിജ്ഞാസ. പിന്നെയോ ജന്മാദ്യസ്യ യതഃ. എന്താ അതിനർത്ഥം? ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന് നാം പറയുന്നുണ്ടല്ലോ, അതെന്താ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും എവിടെ നിന്ന് ഉദ്ഭവിച്ചുവോ അതാണ് ബ്രഹ്മം. ഇത് എവിടെയാണോ നിലനിൽക്കുന്നത് അതാണ് ബ്രഹ്മം. ഇതെവിടെയാണോ അവസാനം വിലയം പ്രാപിക്കുന്നത് അതാണ് ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രപഞ്ചം കാണുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്തതിനെക്കുറിച്ച് പിന്നെ എന്തു ചെയ്യും? ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ മുറിയിലും സാക്ഷി വിസ്താര വേളയിലും വക്കീൽ പ്രസംഗ വേളയിലും എന്താ ചെയ്യുന്നത്? പറയണതൊക്കെ കേട്ട് 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 എന്താ ഇതിൽ സത്യം, എങ്ങനെയാണ് വിധിക്കേണ്ടത് എന്ന് പറയുക ചെയ്യണത്. എവിടം കൊണ്ട്? ബുദ്ധി കൊണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോപ്പാ? ഒന്ന് ആലോചിക്കാൻ. ബുദ്ധി കൊണ്ടല്ലേ അവിടെ കാര്യം നടത്തേണ്ടത്. പറയണതൊക്കെ അങ്ങനെ കേൾക്കും. എന്നിട്ട് അവസാനം ബുദ്ധി എടുത്ത് അങ്ങോട്ട് പറയും. അവസാന ദിവസം ചോദിക്കും, കൊലക്കേസൊക്കെ ആണെങ്കിൽ, ഇതാ ഇന്ന ആൾക്കാരാണ് കുറ്റക്കാർ, ശിക്ഷ ഞാൻ അടുത്ത ദിവസം പറയാം, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതും കൂടി ചോദിച്ചതിന് ശേഷമാണ് അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഒരു അലവൻസ് കൊടുക്കണമെങ്കിൽ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വിധി കൽപ്പിക്കുക. നല്ല ഉദാരതയാണ് അതിൽ. കുറ്റത്തിന് മാത്രം ആവശ്യമുള്ളിടത്തോളം ശിക്ഷ. അത് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. തൂക്കിക്കൊല്ലണം എന്നുള്ള വിധിയിൽ കുറയ്ക്കാൻ പറ്റില്ല. വേറെയുള്ളതിലൊക്കെ കുറച്ച് ദിവസം വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ കൂട്ടാം. ഇങ്ങനെ വളരെ വിശേഷപ്പെട്ടതാണ് എല്ലാം. ഒന്നും മനസ്സിലാക്കി നീ ബുദ്ധിക്കുള്ള ദൗത്യം. ഭഗവാനെ നമ്മളിങ്ങനെ ഉപാസിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഒക്കെ ശരിയാ. ദൈഹികം വാചികം ദൈഹികം വാചികമായിട്ടാണ് നിൽക്കുന്നത്. ആ ഭഗവാനെക്കുറിച്ച് ഒരു സ്ഥലത്ത് ഇരുന്നിങ്ങനെ ഭഗവാൻ 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 കൃഷ്ണ രാമ ഗോവിന്ദ നാരായണ നാരായണ. വാൽമീകി എന്താ ചെയ്തത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വാൽമീകി പാവം, രത്നാകരനോട് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും അറിയില്ലേ, കാട്ടാളൻ, വനവാസി. എന്താ? രാമ 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 എന്ന് ജപിച്ചോളൂ. വെറും 2 അക്ഷരം. ഒരക്ഷരം ജപിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ആ ആ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ഒരക്ഷരമായിട്ട് തിരി എന്ന് പറയുമ്പോൾ ഒരു സ്വരമായി തീരും. അപ്പോൾ രാമ 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 തുടങ്ങി. അറിവില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ അത് മുഴുവനും ഉൾക്കൊള്ളൂല്ലോ. അറിവുള്ളവരാണ് ഉൾക്കൊള്ളാത്തത്. തുടങ്ങി അദ്ദേഹം രാമ 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 എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വായ്ക്ക് കഴപ്പുണ്ടാവും, ക്ഷീണം ഉണ്ടാവും. രാമ 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 രാമ. പിന്നെയും കുറഞ്ഞു ശബ്ദം. രാമ രാമ രാമ. ചുണ്ട് മാത്രം അനങ്ങിക്കൊണ്ട് ജപിച്ചു. രാമ രാമ. ചുണ്ടും നിന്നു, ഉള്ളിലുള്ള ജപവും നിന്നു. ജപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൽ ജപം നിന്നാൽ എന്താ അർത്ഥം? മനസ്സ് തന്നെ നിശ്ചലമായി നിന്നു. മനസ്സ് നിശ്ചലമായാൽ കഴിഞ്ഞില്ലേ കാര്യം?
ജന്മാദ്യസ്യ യതഃ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് എണീറ്റാണ് പുറ്റെന്ന് വന്നതുകൊണ്ട്, വൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് വൽമീക മഹർഷി എന്ന് പേര്, വാൽമീക മഹർഷി എന്ന് പേര് കിട്ടിയത്. വെറും മാനസപ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം കാര്യം നേടിയെടുത്തത്. അത് നേടിയെടുത്തോ ഇല്ലയോ എന്നുള്ളതിന് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവാണ് 24,000 മധുരമായിരിക്കുന്ന ശ്ലോകങ്ങൾ അടങ്ങുന്ന രാമായണം എന്ന് പറയുന്ന തത്വമൂല്യ സിദ്ധാന്ത കഥനം. തത്വമൂല്യ സിദ്ധാന്ത കഥനം അതിൻ്റെ തെളിവാണ്. അപ്പം ഈ മാനസം ബൗദ്ധം എന്ന് പറയുന്ന രണ്ടെണ്ണവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടേ ഈ ഞാൻ എന്നത് എന്താ എവിടെയാന്ന് മനസ്സിലാവുള്ളൂ. ഈ ചർച്ച മുഴുവനും ഞാനെപ്പറ്റിയാ. ഞാൻ എന്നെ പറ്റിയല്ല, ഞാനെപ്പറ്റി. ആ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒരു ട്രയാങ്കിളാണ് ഈ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ. ഞാനുണ്ട്, ഞാൻ കാണുന്ന നീയുണ്ട്, അപ്പുറത്ത് ഞാനും നീയുമല്ലാത്ത അവനും ഇവനും അവരും ഇവരും ഒക്കെ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നതാണ്, ത്രികോണത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നതാണ് പ്രപഞ്ചം മുഴുവനും. നിങ്ങൾക്ക് ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഇത് നിൽക്കുന്നത് ഈ ഞാനിലാണപ്പാ, ഞാനിലാണ്. അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. നോക്കൂ ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിശേഷം. ഭക്തി, വൈരാഗ്യം, ജ്ഞാനം, ഈ 3 സമ്പത്തുകളെ തുടർച്ചയായി രചിച്ചുകൊണ്ട് പ്രദാനം ചെയ്യുകയാണ് ശ്രീമദ് ഭാഗവതം. ഓരോ പദം വഴിയും, ഓരോ ശ്ലോകം വഴിയും, ഓരോ അധ്യായം വഴിയും. അറിവുള്ളവർ പറയുന്നു, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി തത്വം യജ്ഞാനമദ്വയം. തത്വം യജ്ഞാനമദ്വയം ഒന്ന് പറയൂ. ഒന്ന് എല്ലാവരും കൂടി പറയണപ്പാ. തത്വം യജ്ഞാനമദ്വയം. തത്വം യജ്ഞാനമദ്വയം. തത്വം യജ്ഞാനമദ്വയം. ഏത് ജ്ഞാനമാണോ 2 എന്ന് വേർതിരിക്കാൻ ഇടം കൊടുക്കാത്ത ഒരു ജ്ഞാനമുണ്ട്. അവിടെ 2 ഇല്ല, ഒന്നേ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ എന്ത് വേണം? നമ്മുടെ മനസ്സിൽ അനവധി ചിന്തകൾ വിരിയുന്നുണ്ട്. ആ എത്ര ചിന്ത വിരിഞ്ഞാലും അവിടെ മനസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വിചാരം, ഒരു ചിന്ത അവിടെ ഉണ്ടോ? എന്താ മിണ്ടാതെ? ചിന്തിക്കുമ്പോൾ മനസ്സിൻ്റെ ഒരംശം പോയി കുന്നിൽ നിന്ന് മണ്ണെടുക്കുന്ന പോലെ എന്ന് വന്നാൽ കുറെ കഴിഞ്ഞാൽ മനസ്സുണ്ടാവില്ലല്ലോ. പിന്നെ ഇനി മനസ്സിൽ നിന്ന് വേറിട്ടൊരു ചിന്തയുണ്ടെങ്കിൽ എത്രയാ ലക്ഷോപലക്ഷം ചിന്തകളാണ് പുറപ്പെടുന്നത്. ഇത് മുഴുവൻ ഉള്ളിൽ വയ്ക്കാനുള്ള സ്ഥലമുണ്ടോ ശരീരത്തിൻ്റെ ഉള്ളിൽ? എന്താ ഒരു മിണ്ടാത്തെ? ഉണ്ടോ? അപ്പം 2 ഇല്ല. മനസ്സ് തന്നെയാണ് ചിന്ത, ചിന്ത തന്നെയാണ് മനസ്സ്. അതാണ് യോഗം എന്ന് പറയണത്. ചിന്ത, ചിന്തനം, ചിന്തകൻ ഇതെല്ലാം കൂടി യോജിച്ചൊന്നാവുന്നതാണ് ശരിയായിട്ടുള്ള യോഗം. പുറമേ യോഗമില്ല. അപ്പോൾ സൂതൻ പറയാണ് വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം അദ്വയമായി തീരുമ്പോൾ ആ അദ്വയജ്ഞാനത്തെയാണ് എന്ത്? ബ്രഹ്മേതി. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ വേദവും വേദാന്തവും ബ്രഹ്മം 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 എന്നിങ്ങനെ പറയുന്നത് ഈ അദ്വയജ്ഞാനത്തിനെയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഈ ജ്ഞാനവും ദ്വയവും അദ്വയവും ഒക്കെ ആരെ സംബന്ധിച്ചാ? എവിടെയാ? മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് വേറെ ഒരു ജീവിക്കില്ല. മസ്തിഷ്കമുള്ള മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആ മനുഷ്യനാണ് അറിവ്. അറിവിനെ കടയുന്ന പ്രക്രിയയും മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. കണ്ടതിനെക്കുറിച്ച് ആലോചിക്കുക, ആലോചന ശരിയാണോ എന്ന് പരിശോധിക്കുക,
മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, തനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്, അവരുടെ അറിവ് നമുക്കും എടുത്തു ചേർക്കുക. ഇങ്ങനെ ഈ ആശയവിനിമയം, ജ്ഞാനവിനിമയം ഇതൊക്കെ ചെയ്യാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. അത് വളരെ പ്രധാനമാണ്, മനസ്സിലാക്കേണ്ടതാണ്. അപ്പം എന്താ പറയണത്? വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയണത്. പരമാത്മേതി, പരമാത്മേതി, പരമാത്മാ എന്ന് പറയുന്നതും അതിനെയാണ്. ഭഗവാനിതി ശബ്ദതേ, ഭഗവാൻ എന്ന് പറയുന്നതും ഈ അദ്വയജ്ഞാനത്തെയാണെന്ന്. നിങ്ങൾക്ക് ആത്മതത്വ സമീക്ഷയുടെ അർത്ഥം മനസ്സിലായോ? ഇപ്പോൾ എന്താ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്? ഭഗവാന്. എന്താ ചർച്ച ചെയ്യുന്നത്? പരമാത്മാവെ. എന്താ ചർച്ച ചെയ്യുന്നത്? പരബ്രഹ്മത്തെ. ഇത് വിട്ടു വല്ലതും ലോകത്തിലോ ഇഹത്തിലോ പരത്തിലോ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ചർച്ച ആ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന പരമ്പൊരുൾ എന്തോ അതിനെയാണ് നാം പ്രതിപാദിക്കുന്നത്. അതിനെയാണ് പരമാത്മാ, പരബ്രഹ്മം, ഭഗവാൻ, ഭഗവതി, ദേവി എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. ഈ അഷ്ടാവക്ര സംഹിതയിൽ ഞാൻ എന്നൊരൊറ്റ കാര്യമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അത് ഒരാൾക്കും ഒഴിവാവാൻ പറ്റുന്ന ഒരു കഥനമല്ലാതെ പ്രതിപാദനമല്ല. തന്നെക്കുറിച്ച്, ഞാൻ എന്ന വാക്കിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് അത് സൂചിപ്പിക്കുന്നത് എന്തോ ആ തത്വമാണെങ്കിൽ തത്വം, സാന്നിധ്യമാണെങ്കിൽ സാന്നിധ്യം, ഉണർവാണെങ്കിൽ ഉണർവ്, അനുഭവമാണെങ്കിൽ അനുഭവം, അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതാ എല്ലാവരും ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കേട്ട് ചൊല്ലൂ. ഇതാണ് നമ്മുടെ മൂലശ്ലോകം. അവിടെ 2 ബോർഡിലും എഴുതി വച്ചിട്ടുണ്ട്. മയ്യനന്തമഹാംബോധൗ, മയ്യനന്തമഹാംബോധൗ. എല്ലാവരും ഒന്ന് ഉൾക്കൊണ്ട് ജപിക്കണപ്പാ. മയ്യനന്തമഹാംബോധൗ, മയ്യനന്തമഹാംബോധൗ. ആശ്ചര്യം ജീവവിജയഃ, ആശ്ചര്യം ജീവവിജയഃ, ആശ്ചര്യം ജീവവിജയഃ. ആശ്ചര്യം ജീവവിജയഃ. ഉദ്യന്തി ഘ്നന്തി ഖേലന്തി, ഉദ്യന്തി ഘ്നന്തി ഖേലന്തി, ഉദ്യന്തി ഘ്നന്തി ഖേലന്തി, ഉദ്യന്തി ഘ്നന്തി ഖേലന്തി. പ്രവിശന്തി സ്വഭാവതഃ, പ്രവിശന്തി സ്വഭാവതഃ, പ്രവിശന്തി സ്വഭാവതഃ. പ്രവിശന്തി സ്വഭാവതഃ. നിങ്ങൾ അറിയേണ്ടവരെ അറിഞ്ഞോളൂ. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ കാണാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഉൾത്തലമുണ്ട്. കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ശരീരത്തെയോ മുഖത്തെയോ ആണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവനും പ്രതിബിംബിച്ച് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പ്രതിച്ഛായ എവിടെ രൂപീകരിക്കപ്പെടുന്നുവോ ആ പ്രതിച്ഛായയുടെ ആ തലം നമുക്കൊന്ന് അറിയണ്ടേ? ഇതാ അതിൻ്റെ വിവരണമാണത്. മയ്യ അനന്തമഹാംബോധൗ, എന്നിൽ എങ്ങനത്തവൻ? അനന്തമഹാംബോധൗ, അനന്തമായിരിക്കുന്ന മഹാസമുദ്രമായ എന്നിൽ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അനന്തമഹാസമുദ്രമായ എന്നിൽ ആശ്ചര്യം വിശ്വബീജയഃ. ഈ വിശ്വം മുഴുവനും സമുദ്രത്തിലുള്ള തിരമാല പോലെ. ജീവബീജയഃ, എത്രയോ എത്രയോ ജീവരാശികൾ, പ്രാണിവർഗങ്ങൾ. ഉദ്യന്തി ഘ്നന്തി ഖേലന്തി, ഉദ്യന്തി ഉദിക്കുന്നു, ഖേലന്തി കളിക്കുന്നു, വിഹരിക്കുന്നു, ഘ്നന്തി നശിക്കുന്നു. ഉദ്യന്തി ഘ്നന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവതഃ, അതുവഴിക്ക് വലതും പ്രവേശിക്കുന്നുണ്ട്. വെറും 2 കണ്ണോടുകൂടി കുട്ടിയായി ജനിച്ച ഞാൻ പ്രായമിങ്ങനെ കൂടി വന്ന് വസ്തുക്കളെ നോക്കുന്തോറും അമ്മ ഒക്കത്ത് വെച്ച് പുറത്ത് കൊണ്ടുവന്നാൽ ആകാശം മുഴുവനും ആ കുട്ടി അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടപ്പാ.
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ കുട്ടിക്ക് എത്ര വലുപ്പമായി? 2 വയസ്സായി. ആ 2 വയസ്സായ ഒക്കത്ത് വെച്ച് കുട്ടിയെ ഒക്കത്ത് കൊണ്ടുവച്ച് നോക്കൂ മോനെ, ചന്ദ്രൻ ചന്ദ്രൻ, അതിൻ്റെ അപ്പുറത്ത് നക്ഷത്രം, ദാ നോക്കി കണ്ടു. എവിടെയോ നിൽക്കണ ചന്ദ്രനും എവിടെയോ നിൽക്കണ നക്ഷത്രവും ഈ കുട്ടിയുടെ ഉൾത്തലത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെയാണ് കാഴ്ച നടക്കുന്നത്. എന്താ നിങ്ങൾ വിചാരിച്ചേ? എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ പ്രാരബ്ധത്തിന് വിധേയയായി ഇതാ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ളവളാണ്. കണ്ണീര് തന്നെ കണ്ണീര്. ആര് പറഞ്ഞു നിങ്ങളോട് ഇതൊക്കെ? നിങ്ങൾക്കും ഇല്ലേ ഇങ്ങനെ ഒരു ഉള്ള്? എവിടെയാണോ വിശ്വബീജകൾ, വിശ്വതരംഗങ്ങൾ ഉദിച്ച് അസ്തമിച്ച് വിഹരിക്കുന്നത്, ഉദിച്ച് അസ്തമിച്ച് വിഹരിക്കുന്നത്, സ്വാഭാവികമായി എൻ്റെ സമ്മതമോ വിസമ്മതമോ നോക്കാതെ സാധാരണ നടന്നുകൊണ്ടിരിക്കണു. ഇതാരാ പറയണത്? ജനക മഹാരാജാവ്. എപ്പോൾ പറയണു? ആദ്യത്തെ അധ്യായത്തിൽ അഷ്ടാവക്ര മഹർഷി ഉപദേശിച്ചു. ആ ഉപദേശം മുഴുവൻ കേട്ടതിന് ശേഷം അത് ഉൾക്കൊണ്ടിട്ട് ജനക മഹാരാജാവ് പറയുകയാണ്, ഇതാ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അനുഭവം. പ്രപഞ്ചം എന്ന് പറയുന്നത് തിരമാലകളാണ്. ആർക്ക് എവിടെ? എനിക്ക് എൻ്റെ സമുദ്രത്തിൽ. എവിടെയാണ് എൻ്റെ സമുദ്രം? ഉള്ളിൽ സമുദ്രം ഞാൻ തന്നെയാണ്. ഞാൻ എന്ന സമുദ്രത്തിൽ ഈ വിശ്വം മുഴുവനും ബീജുകളായിതാ ഉയരുന്നു താഴുന്നു, ഉയരുന്നു താഴുന്നു, വിഹരിക്കുന്നു, കൂട്ടിമുട്ടുന്നു, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യം എൻ്റെ ഞാനുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ വരണേ. എനിക്ക് സങ്കടമാവും കേട്ടോ. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ വരണേ. അതിനാ ഞാൻ ഈ മുഖവരെയൊക്കെ പറഞ്ഞത്. 4 വിധത്തിലുള്ള പ്രവൃത്തികളാണ്. അതിലെ ബൗദ്ധ പ്രവർത്തനത്തിനാണ് മികച്ച സ്ഥാനം. അതുകൊണ്ടേ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. ഭഗവാനെ അറിയണം, ഭഗവാനോടുകൂടി സായുജ്യം വേണം. ഇഹലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റു പലതും അനുഭവിക്കുന്നത് പോലെ ഈശ്വരാനുഭവം നമുക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധി ഉപയോഗിക്കണം. അതാണ് കൃഷ്ണൻ പറയണത്. എന്ത്? അനവധി ശരീരങ്ങൾ ഞാൻ രചിച്ചു. കാലില്ലാത്തത്, ഒറ്റക്കാലുകാര്, ഇരട്ടക്കാല്, മുക്കാല്, 4 എല്ലാം ഇരുകാലന്മാരെയൊക്കെ രചിച്ചു. ഇതിലെല്ലാറ്റിലും വെച്ച് താസാമ്മേ പൗരുഷീ പ്രിയ, ആ പുരുഷ ശരീരം, മനുഷ്യ ശരീരമുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്താ കാരണം? അത്ര മാം മാർഗയന്ത്യദ്ധ യുക്താ ഹേതുഭിരീശ്വരം ഗൃഹ്യമാണൈർ ഗുണൈർലിംഗൈ അഗ്രാഹ്യം അനുമാനതഃ. ഈ മനുഷ്യ ശരീരത്തിൽ മാത്രമേ എന്നെപ്പറ്റി, ഈശ്വരനെപ്പറ്റി ചിന്തിക്കാനോ ഗവേഷണം ചെയ്യാനോ പറ്റൂ. പുറത്ത് കാണുന്ന പ്രത്യക്ഷ ലക്ഷണങ്ങളെ വച്ച് ബുദ്ധി കൊണ്ട് ആലോചിച്ച് നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതായ അന്തർലോകം, അന്തസ്ഥലം, ഉൾത്തലമുണ്ടല്ലോ, ആ ഉൾത്തലത്തിൻ്റെ മാത്രയും അതിൻ്റെ വൈഭവവും അതിൻ്റെ മഹിമയും അതിൻ്റെ മികവും എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കണു. അതാണ് മനുഷ്യജന്മത്തിൻ്റെ വിശേഷം. അത്ര മാം മാർഗയന്തി. മാർഗയന്തി എന്ന് പറഞ്ഞാൽ മാർഗണം ചെയ്യുക, അന്വേഷിക്കുക. എത്ര ഭംഗിയായി, എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാപ്തി എത്രയുണ്ടോ അത്രയും അന്വേഷിക്കാം. ആ വിശേഷപ്പെട്ട ഒരു അറിവാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ഞാൻ ആദ്യത്തെ 1-2 ശ്ലോകം അന്ന് പറഞ്ഞ് നിങ്ങളെ ഓർമ്മ പുതുക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് തുടങ്ങാം. ജനക മഹർഷി ആദ്യമായിട്ട് ചോദിച്ചത് എന്താ? അഷ്ടാവക്രനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ വൈഭവം മനസ്സിലാക്കിയപ്പോൾ കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി ചൊല്ലുമെന്ന് നിങ്ങൾ അതിലില്ലേ? ഇല്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ പോലൊക്കെ തന്ന് പഠിപ്പിച്ചതാണല്ലോ. അപ്പം ഞാൻ ഏറ്റു ചൊല്ലുമോ? എന്താ ഒരു മിണ്ടാത്തെ? ചൊല്ലുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് പൊന്തിക്കും. വെരി ഗുഡ്.
കഥം ജ്ഞാനമവാപ്നോതി കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. ഏതദ്ബ്രൂഹി മമ പ്രഭോ. മഹാപ്രഭോ, ഒന്ന് പറഞ്ഞു തരൂ എനിക്ക്. ഞാനൊരു ജിജ്ഞാസുവാണ്. കുറേ കാലമായി അന്വേഷണം തുടങ്ങിയിട്ട് ഒരു എത്തും പിടിയായില്ല. അതുകൊണ്ട് ജ്ഞാനം എങ്ങനെ ലഭിക്കും? മുക്തി എങ്ങനെയാ ഉണ്ടാവുക? വൈരാഗ്യം നേടുന്നത് എങ്ങനെ? ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഇതാണ് ചോദ്യം, വേറെ ഒന്നുമില്ല. അർജുനൊന്ന് ചോദിച്ചു, എന്ത്? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ. ഇതാണ് അർജുനൻ്റെ ചോദ്യം. യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ. എങ്ങനെയാണ് എനിക്ക് ശ്രേഷ്ഠ സുനിശ്ചിതമായി കിട്ടുക? അത് പറഞ്ഞു തരൂ എൻ്റെ പൊന്നു കൃഷ്ണ എന്നാണ് പറഞ്ഞത്. അതിന് ഉത്തരമായിട്ടാണ് ഭഗവത്ഗീത 700 ശ്ലോകങ്ങളുള്ളതിൽ ആദ്യത്തത് കഴിച്ച് ബാക്കിയൊക്കെ അവിടുന്ന് അങ്ങോട്ട് പറയുന്നത് ഇതാ. അപ്പോൾ ഒന്ന് പറഞ്ഞു തരൂന്ന്. ഉടനെ അഷ്ടാവക്രൻ പറയാണ്, മുക്തിമിച്ഛസി ചേത്താത മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാതോഷ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. സത്യം പീയൂഷവദ്ഭജ. ഞാൻ എപ്പോഴും പറയും, ഭാരതത്തിൻ്റെ ധർമ്മസംസ്കാരം, നമ്മുടെ ധർമ്മസംസ്കാരത്തിൽ എന്താ? ഒക്കെ മൂല്യാധിഷ്ഠിതമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മൂല്യം, നമ്മുടെ മൂല്യങ്ങളൊക്കെയോ തത്വത്തിൽ അധിഷ്ഠിതമാണ്. ആ തത്വവും മൂല്യവും കൂടിയിട്ടുള്ള സിദ്ധാന്തമാണ് സർവ്വസ്ഥലത്തിലും കഥിച്ചിരിക്കുന്നത്, അവതരിപ്പിച്ചിരിക്കുന്നത്. തത്വമൂല്യ സിദ്ധാന്തങ്ങളുടെ ഭണ്ഡാരമാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവനും. അപ്പോൾ പറയണു ഇവിടെ, മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ. മുക്തി വേണം എന്നുണ്ടെങ്കിൽ ജനക മഹാരാജാവേ, സർവ്വസുഖഭോഗങ്ങൾ ഐശ്വര്യ സമൃദ്ധിയോടുകൂടി അദ്ദേഹം അങ്ങ് സിംഹാസനത്തിലിരിക്കുന്നവനാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, മുക്തിയാണ് ഭഗവാന്റെ ലക്ഷ്യമെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ച വസ്തുക്കളെ മുഴുവനും വിഷയാൻ വിഷവത്യജ. മനസ്സിലാണ് ഈ ത്യാഗം, പുറത്തല്ല. ഈ കാണുന്നത് മുഴുവനും വിഷതുല്യമായി കണക്കാക്കി പരിത്യജിക്കൂ. അപ്പോൾ ഇത് മുഴുവൻ വിഷമായി പരിത്യജിച്ചാൽ ഞാൻ പിന്നെ എന്തിനെയാ ഗ്രഹിക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. പ്രപഞ്ച വസ്തുക്കളല്ലാത്ത ചില മൂല്യങ്ങളുണ്ട്. എന്തൊക്കെയാ? നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും മാത്രം ഉറച്ചിരിക്കുന്നത്. ക്ഷമ, സഹനശീലം, ആർജവം, ഋജുത്വം, നേരെ വാ നേരെ പോ എന്നുള്ള സമ്പ്രദായം, ദയ, മനുഷ്യരോട് ദയ, കാഠിന്യം പാടില്ല, കനിവ് വേണം, തോഷം, ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. എന്താ നിങ്ങൾക്ക് ചിരിക്കാൻ വിഷമം? ഞാൻ ഒന്ന് ചോദിക്കട്ടെ. പല്ലും ചുണ്ടും ഉണ്ടെങ്കിൽ ചിരിക്കാം. എന്തിനായി ചിരിക്കുന്നതിന് പകരം മുഖർ കയറ്റിപ്പിടിച്ചിരിക്കുക? എന്താ ആവശ്യം? ദയാതോഷ സത്യം. സത്യം അതാണ് സ്ഥാനം. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യത്തിൽ നാം തിരഞ്ഞെടുത്തത്. അത്രയെങ്കിലും ചെയ്തുവല്ലോ രാഷ്ട്രീയക്കാരെ, വളരെ നന്നായി. മുണ്ടകോപനിഷത്തിലെ ഒരു പ്രസ്താവനയാണത്, സത്യമേവ ജയതേ. എന്നാൽ മറ്റതൊക്കെ വിട്ടു അവർ. നാലൃതം, എന്ത് നുണ ജയിക്കില്ല എന്ന്. അതാണ് ഈ റെസിഗ്നേഷനൊക്കെ മന്ത്രിമാർക്ക് വേണ്ടി വരുന്നത്. എന്താ? എല്ലാ ഫയലിൽ നിന്നും കുത്തി പുറപ്പെട്ടിട്ട് ഉണ്ടാക്കുന്നത് എന്താ? അവർക്ക് നോട്ടീസ് കൊടുത്തു, ഫൈനാൻസ് സെക്രട്ടറിക്ക് കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, വരൂ. എന്താ സംഗതി? സത്യം. അസത്യം ജയിക്കില്ല, സത്യമേ ജയിക്കുള്ളൂ. അപ്പോൾ ഈ 5 കൂട്ടം കാര്യങ്ങളെ പീയൂഷവദ്ഭജ, അമൃത് പോലെ പരിഗണിച്ച് ധാരാളം സേവിക്കൂ. എത്രയും ക്ഷമയുണ്ടാവട്ടെ, ആർജവമുണ്ടാവട്ടെ, ദയയുണ്ടാവട്ടെ, സന്തോഷമുണ്ടാവട്ടെ, സത്യം പരിലസിക്കട്ടെ.
എത്ര വേണമെങ്കിൽ വാരി കോരി കുടിച്ചോളൂ, ഒരു വിരോധവും ഇല്ല എന്ന് അവിടുന്ന് അങ്ങോട്ട് പറയാണ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഞാൻ നമ്മുടെ ഡിസ്കഷൻ ഒരു മുഖവുരയായിട്ട് പറയുകയാണത്. എന്ത്? ന പൃഥ്വീ ന ജലം നാഗ്നി ന വായുർ ദ്യൗർന വാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. വലിയ ഒരു ശ്ലോകമാണപ്പോൾ അത്. നിങ്ങൾക്ക് നിങ്ങളുടെ മാത്ര, അളവ്, വലുപ്പം, നിങ്ങളുടെ ഘനഗാംഭീര്യം എത്രയുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു ശ്ലോകമാണത്. എളുപ്പത്തിൽ മനസ്സിലാവും ചെയ്യും. ന പൃഥ്വീ ന ജലം നാഗ്നി ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന വായുർദ്യൗർന വാ ഭവാൻ ന വായുർദ്യൗർന വാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. ചിദ്രൂപം വിദ്ധി മുക്തയേ. നിങ്ങൾ എൻ്റെ കൂടെ വരില്ലേ ഞാൻ പറയുമ്പോൾ? അതോ അവിടെ ഇരിക്കുമോ? നോക്കൂ, ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ട്? 5 എണ്ണേ ഉള്ളൂ. പഞ്ചഭൂതങ്ങൾ. കട്ടിയായിട്ടുള്ളത് ഭൂമി, ദ്രവമായിട്ടുള്ളത് ജലം, വാതമായിട്ടുള്ളത് കാറ്റ്, അത് കഴിഞ്ഞാൽ ശക്തിയിൽപ്പെട്ടതാണ് അഗ്നി. ഇതൊന്നിലും പെടാതെ എല്ലാറ്റിനും ആധാരമായി നിൽക്കുന്ന ആകാശം. കഴിഞ്ഞില്ലേ? ഇതല്ലാതെ വല്ലതും ഉണ്ടോ? നമ്മുടെ ആകാശം ഒട്ടാകെ ഉള്ളതിനെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഊഞ്ഞാലായി ഭ്രമണം ചെയ്ത് നടക്കുന്ന ഗോളങ്ങളെ എല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചാൽ എത്രയുണ്ടാവും എന്നറിയോ നിങ്ങൾക്ക്? എന്നോടൊരു ശാസ്ത്രജ്ഞൻ അമേരിക്കയിൽ പറഞ്ഞതാ. ഒരു പോയിൻ്റ് ഇട്ടു, എന്നിട്ട് 19 പൂജ്യം അതിന് ശേഷം 1 ഇട്ടാൽ എത്രയുണ്ടാവുമോ അത്രയേ ഉള്ളൂ ഈ ദ്രവ്യം. കേൾക്കുന്നുണ്ടോ? ആകാശത്തിൻ്റെ അത്രയും അംശമേ ഈ ഗോളങ്ങളെല്ലാം കൂട്ടി ഇണക്കിയാൽ, യോജിപ്പിച്ച് കട്ടിയാക്കിയാൽ ഉണ്ടാവുള്ളൂ. അപ്പം എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ 5 സാധനമേ ഉള്ളൂ ഈ ലോകത്തിൽ. ആ 5 സാധനത്തോടു കൂടി തട്ടിച്ചു നോക്കുമ്പോൾ പാഞ്ചഭൗതികമാണ് ശരീരം, പാഞ്ചഭൗതികമാണ് ദൃശ്യപ്രപഞ്ചം. ആ ദൃശ്യപ്രപഞ്ചത്തിലെ വസ്തുക്കളോട് കൂടിയാണ് നമ്മുടെ സമ്പർക്കം, ജീവിതം സമ്പർക്കാത്മകമാണ്. ഇന്ദ്രിയങ്ങൾ മുഖേന നാം ഇന്ദ്രിയ വസ്തുക്കളോടുകൂടി സമ്പർക്കം നടത്തുന്നു. ആ വസ്തുക്കൾ മുഴുവൻ പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ്. പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ചുറ്റും. അതല്ലാതെ വേറെ ഒന്നുമില്ല. Everything stands included in the Panchabhutas. The entire world consists of only the so-called 5 elements, Panchabhutas. വിശ്വസൃഷ്ടിയിൽ ഒട്ടാകെ 5 ഭൂതങ്ങളേ ഉള്ളൂ. ആ 5 ഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ദ്രവ്യങ്ങളുമുണ്ട്, പല വിധത്തിലുള്ള വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളോട് വ്യവഹരിക്കുകയാണ് നമ്മൾ, സമ്പർക്കം നടത്തുകയാണ്. ആ സമ്പർക്കവേളയിൽ സമ്പർക്കാത്മകമാണ് ജീവിതം. ജനക മഹർഷിയോട് പറയുകയാണ് ജനകനോട് പറയുകയാണ് അഷ്ടാവക്ര മഹർഷി, ന പൃഥ്വീ. സംശയമുണ്ടോ ജനക അങ്ങയ്ക്ക്? ഭൂമിയാണോ അങ്ങ്? ഭൂമിയിലല്ലേ ചവിട്ടി നിൽക്കുന്നതും ഇരിക്കുന്നതും? നമ്മുടെ കെട്ടിടങ്ങളൊക്കെ അതിലല്ലേ നിൽക്കുന്നത്? കെട്ടിടങ്ങൾ ഭൂമിയിൽ കെട്ടുമ്പോൾ ആരെങ്കിലും പറയോ എന്നിൽ കെട്ടിയെന്ന് പറയോ? എന്താ മിണ്ടില്ല? മനസ്സിലായില്ലേ? ഭൂമിയിൽ കെട്ടിയെന്നല്ലേ പറയുക. അപ്പം ഈ ഭൂമി ന പൃഥ്വി, അങ്ങ് ഭൂമിയല്ല. അങ്ങ് കാണുന്നു ഭൂമിയെ. ഭൂമിയുടെ മുകളിൽ അങ്ങയുടെ ശരീരം ജീവിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അതല്ല താൻ. ന ജലം, ജലവുമല്ല. നാഗ്നി, അഗ്നിയുമല്ല. ന വായു, വായുവുമല്ല. ദ്യൗർന, ആകാശവുമല്ല. പിന്നെ ആരാ? കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ഒന്ന് ആലോചിക്കണപ്പാ. പിന്നെ ആരാ? യേഷാം സാക്ഷിണമാത്മാനം. ഇത് മുഴുവനും നോക്കിക്കാണുന്നവനാണ് ഞാൻ. ഭൂമിയുടെ സാക്ഷി, ജലത്തിൻ്റെ സാക്ഷി, സമുദ്രത്തിൻ്റെ സാക്ഷി,
അഗ്നിക്ക് സാക്ഷി, ആകാശത്തിന് സാക്ഷി, വായുവിന് സാക്ഷി. ഈ പറഞ്ഞതൊക്കെ ജഡദ്രവ്യങ്ങളാണ്, ജഡമാണ്, ദ്രവ്യമാണ്, മാറ്ററാണ്. ഞാനോ ഇതിനെ എല്ലാം നോക്കിക്കാണുന്നു, നോക്കിക്കാണുന്നു. നോക്കിക്കാണുന്നവൻ നോക്കപ്പെടുന്ന വസ്തു ആവോ? ആവോ? ഒന്ന് പറയണപ്പാ. നിങ്ങൾ എപ്പോഴെങ്കിലും ഭൂമിയാവോ? ആകാശമാവോ? പിന്നെ നിങ്ങൾ ആരാ? അതിനൊക്കെ സാക്ഷിയായിട്ടുള്ളവനാണ്. ആ സാക്ഷിയാണ് ആത്മാ. അതിൻ്റെ സ്വരൂപം എന്താ? ഇറ്റ് ഈസ് നൈദർ മെറ്റീരിയൽ നോർ എനർജിയൽ ഇൻ നേച്ചർ. അത് ദ്രവ്യവുമല്ല, ഊർജവുമല്ല. പിന്നെ എന്താണത്? ചിദ്രൂപം. ചിദ്രൂപം ഒന്ന് പറയും. ചിദ്രൂപം 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 ചിദ്രൂപം. അതിൻ്റെ രൂപം ചിത്താണ് എന്ന്. എന്താ ഈ ചിത്ത് എന്ന് പറഞ്ഞാൽ? ഉണർവ്, 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 ശുദ്ധബോധം, കോൺഷ്യസ്നെസ്. ഈ കോൺഷ്യസ്നെസ്സിനെ വേണ്ടതുപോലെ വിവരിക്കാൻ പറ്റില്ല. ഒരു വിവരണമുള്ളത് എന്താ? കോൺഷ്യസ്നെസ് ഈസ് ദാറ്റ്. ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് സൂചിപ്പിക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് ആ റിലേറ്റീവ് പ്രോനൗൺ വിശദീകരിക്കാം. ഇറ്റ് ഈസ് ദാറ്റ് ബൈ വെർച്യൂ ഓഫ് വിച്ച് വൺ ബിക്കംസ് കോൺഷ്യസ് ഓഫ് അതർ തിങ്സ് ആസ് വെൽ ആസ് വൺ സെൽഫ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഉള്ളുണർവുണ്ടല്ലോ, ആ ഉണർവ് കൊണ്ടാണ് എനിക്കൊരു ദേഹമുണ്ട്, ഞാൻ വീട്ടിലാണ് താമസിക്കുന്നത്, പാഞ്ചഭൗതിക പ്രപഞ്ചത്തിലാണ് എൻ്റെ ജീവിതം, അതോടുകൂടി സമ്പർക്കം നടത്തുന്നു എന്നിങ്ങനെ മറ്റു വസ്തുക്കളെയെല്ലാം വെളിപ്പെടുത്തുന്നത് പോലെ ഞാൻ എന്നൊന്ന് സാക്ഷിയായി നിലനിൽക്കുന്നു എന്നും പറയാൻ നമുക്ക് സാധിക്കും. തന്നെത്താനെയും മറ്റുള്ളതിനെയും ഒരുപോലെ വെളിപ്പെടുത്താനുള്ള ശക്തി ഉള്ളതാണ് കോൺഷ്യസ്നെസ്, ബോധം. ബോധിപ്പിക്കുന്നത് മറ്റുള്ള വസ്തുക്കളെയും ബോധിപ്പിക്കും, തന്നെത്താനെയും ബോധിപ്പിക്കും. ആ ചിദ്രൂപമാണ്. ആ ചിദ്രൂപത്തിന് വിദ്ധിമുക്തയെ. അങ്ങയ്ക്ക് മോക്ഷം വേണമെങ്കിൽ ആ ചിദ്രൂപത്തെ ഉണരൂ, ഉണരൂ, അനുഭവിക്കൂ, അനുഭവിക്കൂ. അതിൽ ഊളവയ്ക്കൂ, ഊളവയ്ക്കൂ, ആറാടൂ, ആറാടൂ. നിങ്ങൾക്ക് ആരമണത്തിനുള്ള സ്ഥലം പുറത്തല്ല, അകത്ത്. ആരുടെ അകത്ത്? അവനവൻ്റെ തന്നെ ഉള്ളിൽ. അവിടെ കണ്ണ് പ്രവേശിക്കില്ല, കാത് പ്രവേശിക്കില്ല, കൈകാലുകൾ ഉള്ളിൽ പോവില്ല. അവിടെ പിന്നെ എങ്ങനെയാ? മനസ്സും ബുദ്ധിയും മാത്രം ഉപയോഗിച്ച് വേണം ഉള്ളിൽ പ്രവേശിച്ച് ഉൾത്തലം കണ്ടെത്തി അതിൻ്റെ വലിപ്പവും അതിൻ്റെ മഹിമയും അതിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ അദ്വിതീയതയും ഗ്രഹിച്ച് അതിലെങ്ങനെ ആരംഭിക്കാൻ. ചിദ്രൂപം വിദ്ധിമുക്തയേ. ഇനി എടുക്കാൻ പോകുന്നത് പുതിയ ശ്ലോകമാണ്. അതെന്താ? ദ്വൈതമൂലമഹോ ദുഃഖം നാന്യത്തസ്യാസ്തി ഭേഷജം ദൃശ്യമേതൻ മൃഷാ സർവം ഏകോഹം ഛിദ്രസോമലഃ. ഇതിപ്പോൾ ഏതാ ശ്ലോകം? 2-ാം അധ്യായത്തിൽ ജനകൻ പറയുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ശ്ലോകം അഷ്ടാവക്രൻ ഞാൻ എന്നതിൻ്റെ ആ മെഷർമെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു. വലിപ്പമുള്ള ഒരു ഭൂമിയെ കണ്ട് അതിൻ്റെ വിസ്താരം മുഴുവൻ കാണണമെങ്കിൽ എൻ്റെ മനസ്സിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ രജിസ്റ്റർ ചെയ്യുന്ന മനസ്സ് കാണപ്പെടുന്ന വസ്തുവിനേക്കാൾ വലിപ്പമുള്ളതാകണ്ടേ? എന്താ മിണ്ടാത്തെ? അതോ കടുക് പോലെ ഇരിക്കുമോ? കടുകിൽ പർവ്വതം പ്രതിച്ഛായ ഉണ്ടാക്കുമോ? എന്താ വരും മിണ്ടാത്തെ? ഒന്നും ഉറക്കെ പറഞ്ഞൂടെ? എന്താ പേടിയാവുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പർവ്വതത്തിനെ പ്രതിബിംബിപ്പിച്ച് കാട്ടണമെങ്കിൽ അതിനേക്കാൾ വലിപ്പം വേണം. ഒരു സമുദ്രം, അവസാനം ആകാശം, അനന്തമായ ആകാശത്തെ നമ്മുടെ ഉള്ളിങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു, പ്രതിച്ഛായ ഉണ്ടാക്കി തരുന്നു. അപ്പോൾ ആ ഉള്ളിൻ്റെ മഹിമ വലിപ്പം എത്രയുണ്ടോ കൂട്ടരെ? അങ്ങനെ ഒരു ഉൾമാത്ര, അങ്ങനെ ഒരു ഉള്ളാഴം, ഉൾവിസ്താരവും ചുമന്നുകൊണ്ടാണ് നിങ്ങളെല്ലാവരും നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവൻ അത് പറഞ്ഞു ഇവൻ ഇത് പറഞ്ഞു. ഞാൻ ആലോചിക്കുക, എന്തിനാ ഈ കരയണത്? ഇടയ്ക്ക് കരയണമെങ്കിൽ കരഞ്ഞോളൂ, വിരോധമില്ല. പക്ഷെ കരഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം തോന്നണം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? മനുഷ്യൻ്റെ വില സ്വർണത്തിലാണോ? മനുഷ്യൻ്റെ വില വസ്ത്രത്തിലാണോ?
മനുഷ്യൻ്റെ വില പണത്തിലാണോ? അല്ല, അല്ല, അല്ല. നമുക്ക് കിട്ടാനുള്ളത് ഉൾഭാഗ്യമാണ്, ഉൾമുതലാണ്, ഉൾപ്രഭാവമാണ്. അത് രചിക്കാൻ മനസ്സും ബുദ്ധിയും മാത്രമേ വേണ്ടൂ. ഈ ലോകത്തിൻ്റെ ഒരു സഹായവും നമുക്ക് ആവശ്യമില്ല, ഒരു തുരുമ്പ് പോലും നമുക്ക് വേണ്ട. തുഷ്ടേച തത്ര കിമലഭ്യം അനന്ത ആദ്യേ. ആര് പറയണു? കൊച്ചുകുട്ടി 5-7 വയസ്സായ പ്രഹ്ലാദൻ പറയുകയാണപ്പാ. തുഷ്ടേച തത്ര കിമലഭ്യം അനന്ത ആദ്യേ. അനന്തനും ആദിമസത്യവുമായിരിക്കുന്ന ആ പരമേശ്വരൻ, പുരുഷോത്തമൻ, മഹാവിഷ്ണു, എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ, പരമശിവൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ തുഷ്ടേച തത്ര കിമലഭ്യം. ഒന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ലോകത്തിൽ എന്താണ് അലഭ്യം, കിട്ടാത്തത്? അപ്പം ഈശ്വര പ്രസാദത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമോ, അതോ ഞെളിഞ്ഞ് നടക്കാൻ വേണ്ടി പരിശ്രമിക്കണമോ? ഒന്ന് പറയുന്നപ്പാ. ഈശ്വര പ്രസാദമാണ് നമുക്ക് എല്ലാം തരാനുള്ളത്. അതുകൊണ്ട് ഐശ്വര്യമുണ്ടാവും, ജ്ഞാനമുണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മുടെ കൃഷ്ണനുണ്ടല്ലോ, സന്താനമുണ്ടാവുന്നതിന് മുൻപ് ഹിമാലയത്തിൽ ചെന്ന് 12 കൊല്ലം തപസ് ചെയ്തു. എന്നിട്ട് ജനിച്ച കുട്ടിയാണ് പ്രദ്യുമ്നനപ്പാ. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾ നന്നാവണമെങ്കിൽ അതിനുള്ള മരുന്ന് ഹോർലിക്സും കോംപ്ലാനുമല്ല, അല്ല. അത് ശരീരത്തിന് കൊടുത്തോളൂ, വിരോധമില്ല. ആ കുട്ടി നന്നാവണമെങ്കിൽ നിങ്ങൾ തപസ് ചെയ്യണം, തപസ് ചെയ്യണം. അതിനാണ് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ജപിക്കുക, മന്ത്രങ്ങൾ ഉരുക്കഴിക്കുക എന്ന് പറയണത് അതിനു വേണ്ടിയിട്ടാണ്. വെറും നെയ്യെടുത്ത് ആ നെയ്യിൽ നിങ്ങൾക്ക് കണ്ണടച്ച് കയ്യിൽ വച്ച് ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങളുടെ ഉദ്ദേശ സാധ്യത്തിന് വേണ്ടി ഉൾക്കൊണ്ട് അതങ്ങോട്ട് ജപിച്ച് 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 അതിനെ ഇംപ്രഗ്നേറ്റ്, കോൺസിക്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നെയ്യ് കൊടുത്തു നോക്കൂ, ഗർഭിണിക്ക് എന്തുണ്ടാവുമെന്ന് കാണാം. കാക്കശ്ശേരി ഭട്ടതിരി അങ്ങനെ ജനിച്ചവനല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഉദ്ദണ്ഡ ശാസ്ത്രികൾ സർവ്വ പണ്ഡിതന്മാരെയും തോൽപ്പിച്ച് പോയപ്പോൾ ഇവിടെ നമ്പൂതിരിമാർ ബ്രാഹ്മണർക്കൊക്കെ ഒരു വിഷമായി. എവിടെയെങ്കിലും ഗർഭമായിട്ടുള്ള സ്ത്രീ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഒരു അന്തർജനത്തിനെ പിടിച്ചു കൊണ്ടുവന്നു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടി ജപം തുടങ്ങി ജപിച്ച നെയ്യ് കൊടുത്ത് ഒരു കുട്ടിയുണ്ടായി, ഉണ്ണി. ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ കാക്കയ്ക്ക് അന്നം കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അതവിടെ വെച്ച് കൈ തട്ടിയാൽ അവരെല്ലാവരും വരും. ഈ കുട്ടി ആ വരുന്ന കാക്കകളെ തിരിച്ചറിഞ്ഞു അത്രേ. മിനിഞ്ഞാന്ന് വന്ന കാക്ക ഇന്ന് വന്നിട്ടില്ല, ഇന്നലെ വന്നത് ഇല്ല, ഇന്ന് പുതിയത് 2 എണ്ണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്രേ. ആ കുട്ടിയുടെ കണ്ണും വിവേചനവും അത്ര അധികമായി എന്ന്. എന്നിട്ടോ ഉദ്ദണ്ഡ ശാസ്ത്രികളെ, ഇത് നിങ്ങളിത് മനസ്സിലാക്കുന്ന ഗൗരവം വിട്ടുപോകാൻ നിങ്ങൾ കാര്യങ്ങൾ. ഉദ്ദണ്ഡ ശാസ്ത്രികൾ പ്രായമായിട്ടുള്ള ആളാണ്. ആ ആളെ തോൽപ്പിക്കാൻ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ കൊണ്ട് തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ആ കുഞ്ഞിനെ കൊണ്ട് തോൽപ്പിക്കണമെങ്കിൽ ഈ ആൾക്ക് വയസ്സായി മരിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞ് വലുതാവണ്ടേ? അപ്പോൾ ഈ കുട്ടിക്ക് വളരെ വയസ്സ് 10 വയസ്സും കൂടി ആയിട്ടില്ല. ആ കുട്ടി തോൽപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രികൾ വന്ന് മാന്യമായ ആസനങ്ങളൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. ഇപ്പുറത്തിരിക്കണതേ ചെറിയൊരു ഉണ്ണിയാണ്, അടയ്ക്ക പോലൊരു ഉണ്ണി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത് എന്ത് ഗ്രഹപ്പഴയാണ്, എന്നെ അപമാനിക്കാനാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു കുട്ടിയെ കൊണ്ട് ഇത്ര വലിയ പണ്ഡിതനോട് തർക്കിക്കാൻ പറഞ്ഞാൽ ശരിയാവുമോ എന്ന് പറഞ്ഞ് അദ്ദേഹം ശിശു സദൃശമായ അല്ലെങ്കിൽ അറിവാളി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു അത്രേ, ആകാരോ ഹ്രസ്വഹാന്ന്. ഇത്ര ചെറിയൊരു കുട്ടിയാണോ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കണേന്ന്. കുട്ടി എന്താ പറഞ്ഞതെന്നറിയോ? നഹി നഹി പണ്ഡിത ആകാരോ ദീർഘ എന്ന് പറഞ്ഞു അത്രേ. ആകാരം എന്ന് പറഞ്ഞാൽ കാണുന്നതിൻ്റെ സൈസ്, വലിപ്പം, അത് വളരെ ചെറുപ്പമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറയുക, ഈ എന്ന് പറയുമ്പോൾ എന്നുള്ളത് ദീർഘോ അതോ കുറവോ? ഹ്രസ്വല്ലല്ലോ. അപ്പോൾ ആ കുട്ടി പറയാണ്, ആകാരഹ ഹ്രസ്വഹാനഹി ദീർഘയേവ. ആകാരം എന്ന് പറയുന്നത് ദീർഘമാണെന്ന്. എൻ്റെ അപ്പോ സപ്തനാഡിയും തളർന്നു ഉദ്ദണ്ഡന്. ആദ്യമായിട്ട് താൻ കേട്ട് തന്നെ തോൽപ്പിച്ച ഒരു കുട്ടിയാണ്.
ആകാരോ ഹ്രസ്വ എന്ന് പറഞ്ഞപ്പോൾ നഹി നഹി ദീർഘ എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് സാധിച്ചു. എന്തിനാ ഞാനിത് പറയണത്? കഥ പറഞ്ഞ് രസിക്കാനല്ല. നമ്മുടെ സമ്പത്ത് നമ്മുടെ മനസ്സാണ്. ഏറ്റവും വലിയ നിധി നമ്മുടെ മനസ്സാണ്, നമ്മുടെ ബുദ്ധിയാണ്. അത് രണ്ടും ഉപയോഗിച്ച് നിങ്ങൾ എന്തു വേണമെങ്കിൽ നേടിക്കോളൂ. തുഷ്ടേ ച തത്ര കിമലഭ്യം അനന്ത ആദ്യേ. അനന്തനും ആദിസത്യവുമായിരിക്കുന്ന പരമേശ്വരൻ തൃപ്തിപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വയ്യാത്തത് എന്തെങ്കിലുമുണ്ടോ ഈ ലോകത്തിൽ? ആ കൊച്ചുകുട്ടി ചോദിക്കുക, ഒന്ന് കാത് കൂർപ്പിച്ച് കേൾക്കിനപ്പ. ശ്രീമദ് ഭാഗവതത്തിൽ വ്യാസദേവൻ അത് എഴുതി വച്ചിരിക്കണു. ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതും കൂടി ചിലപ്പോൾ നശിച്ചു പോവും. അവിടെ എഴുതി വച്ചിരിക്കുക താളിയോര ഗ്രന്ഥത്തിൽ. ഇപ്പോൾ ഒക്കെ അച്ചടിച്ചതാ. തുഷ്ടേച തത്ര കിമലഭ്യമനന്ത ആദ്യേ. ഇത് എത്ര തവണ ചൊല്ലിയാലും മതിയാവില്ല. ഒരു 10,000 20,000 നിങ്ങൾ ചൊല്ലി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഒരു സാധനം നിങ്ങളെ കുലുക്കില്ല. ഈശ്വരൻ എൻ്റെ കൂടെയുള്ളപ്പോൾ, ഈശ്വരൻ എൻ്റെ ഉള്ളിലുള്ളപ്പോൾ, ഈശ്വരനിൽ എൻ്റെ ആശ്രയമുള്ളപ്പോൾ എനിക്ക് എന്താണ് ഈ ലോകത്തിൽ വയ്യായ, വല്ലായ്മ, പോരായ? ചിദ്രൂപം വിദ്ധി മുക്തയേ, ചിദ്രൂപം വിദ്ധി മുക്തയേ. ബാക്കിയുള്ളതൊക്കെ സത്തായിരിക്കാം, ദ്രവ്യമായിരിക്കാം. ചിത്ത എന്ന് പറഞ്ഞാൽ ഒരു ഉണർവ്. ആ ഉണർവ് ജീവജാലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സസ്യങ്ങൾക്കുണ്ട്, അത് വളരും, ക്ഷയിക്കും, എന്തെങ്കിലും ഒന്ന് വന്ന് തൊട്ടാൽ പ്രതികരിക്കും. അങ്ങനെ പ്രതികരണശേഷിയോടുകൂടിയുള്ളത് ജീവൻ ചിദ്രൂപം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെള്ളത്തിനെ എത്ര ചൂടാക്കിയാലും അതിൽ ചൂട് മാത്രമേ പ്രവേശിക്കുള്ളൂ. നേരെ മറിച്ച് പഞ്ഞിൽ പോലും തീ വെച്ച് കഴിഞ്ഞാൽ അതിൽ ചൂട് മാത്രമല്ല പ്രകാശവും കൂടി ഉണ്ടാവും. അതിന് അഗ്നിക്ക് 2 ഗുണമാണ്, ചൂട്, പ്രകാശം. അതിലാ പ്രകാശം എന്ന് പറയുന്നത് വെള്ളത്തിൽ കിട്ടില്ല. അത് കത്തുമ്പോൾ എന്ത് സാധനം കത്തിയാലും അതിലാണ്. അപ്പോൾ എത്ര തന്നെ ആയാലും വെള്ളത്തിൽ ചൂടേ കയറുള്ളൂ. വിളക്കിൻ്റെ നാളത്തിൽ ചൂടും പ്രകാശവും രണ്ടുമുണ്ട്. അതുപോലെയാണ് ഈ ഉണർവ് എല്ലാറ്റിനുമില്ല, ഉണ്ട്. ആ ഉള്ള ഉണർവ് മനുഷ്യനിലാണ് പരമാവധി അതിൻ്റെ സാധ്യതയും പൊട്ടൻഷ്യലും പോസിബിലിറ്റിയും ഒക്കെ. ചിദ്രൂപം വിദ്ധി മുക്തയേ. 2:16 നോക്കിക്കോളൂ, അത് നിങ്ങളുടെ കയ്യിലുണ്ട്. ദ്വൈതമൂലമഹോ ദുഃഖം നാന്യത്തസ്യാസ്തി ഭേഷജം ദൃശ്യതേ ദൃശ്യമേതന്മൃഷാ സർവം ഏകോഹം ഛിദ്രസോമലഃ. ദ്വൈതമൂലമഹോ ദുഃഖം. എനിക്ക് സദസ്സ് ചൊല്ലണത് ഇഷ്ടമാവണില്ല. എല്ലാവരോടും പറയും തൃശ്ശൂരിലാണ് നമുക്ക് ബെസ്റ്റ് സദസ്സ് എന്ന്. പക്ഷേ അവരുടെ ചൊല്ലൽ കേൾക്കുമ്പോൾ ബെസ്റ്റ് മാറ്റണമെന്ന് തോന്നുക എനിക്ക്. ഒന്ന് നല്ലോണം ചൊല്ലിനപ്പാ, എനിക്കൊരു സന്തോഷം വേണ്ടേ, എന്നെ ഉത്സാഹിപ്പിക്കാനായിട്ട്. ദ്വൈതമൂലമഹോ ദുഃഖം നാന്യത്തസ്യാസ്തി ഭേഷജം ദൃശ്യമേതന്മൃഷാ സർവം ഏകോഹം ഛിദ്രസോമലഃ. ലോകത്തിലെല്ലാം കൂടി എത്രയുണ്ട്? കാണപ്പെടുന്നത്, കാണുന്നവൻ, ഇങ്ങനെ 2 എണ്ണല്ലേ ഉള്ളൂ. എന്താ മിണ്ടാത്തെ? പഞ്ചഭൂതങ്ങളൊക്കെ ദൃശ്യമാണല്ലോ. ആ ദൃശ്യമായ ലോകം, അതിൽപ്പെട്ടതാണ് കടുക്, അണു, പർവ്വതം എല്ലാം തന്നെ. അങ്ങനെ ദൃശ്യം എന്നൊന്നുണ്ട്, പിന്നെയോ ദ്രഷ്ടാവ് എന്നൊന്ന് വേറെ. ഇതിനെയെല്ലാം കണ്ട് സാക്ഷിയായി നിൽക്കുന്ന ഒന്ന്. അതിൽ ഈ ലോകം മുഴുവനും എങ്ങനെയാ? ദ്വൈതമൂലമഹോ ദുഃഖം. ഇത് മുഴുവനും നാം കണ്ടിട്ട് വേർതിരിച്ച് പോകുന്ന പ്രപഞ്ചമാണ്. ഈ വേർതിരിക്കൽ എവിടെയാണ് നടക്കണത്? നിങ്ങൾ എൻ്റെ കൂടെ വരുമോപ്പാ? വരുമോ? നമ്മളെല്ലാറ്റിനെയും
കണ്ടിട്ട് പറയണു പലതാണ് പലതാണ് പലതാണെന്ന്. പക്ഷേ ഈ കാഴ്ചയും എല്ലാം നടക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ഉണർവ് തലത്തിലാണ്, ഉള്ളിലാണ്. ആ ഉണർവ് തലത്തിൽ എല്ലാം കൂടി ഒരു ഉണർവല്ലേ ഉള്ളൂ. അതല്ലേ ആലാവുന്നത്, അതല്ലേ പർവ്വതമാകുന്നത്, അതല്ലേ കാളയാകുന്നത്, അതല്ലേ വീടും കുട്ടികളും അച്ഛനും അമ്മയും എല്ലാവരും ആവുന്നത്. ഇവരൊക്കെ പ്രതിഫലിക്കുന്നതോ പ്രതിബിംബിക്കുന്നതോ നമ്മുടെ ഉള്ളിലല്ലേ. ആ ഉള്ളിലിങ്ങനെ എല്ലാം പ്രതിബിംബിക്കുമ്പോഴും അവ ഭിന്നമാണോ ഒന്നാണോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരു കണ്ണാടി, ആ കണ്ണാടിയുടെ മുൻപിൽ പല വസ്തുക്കളും പ്രതിബിംബിക്കുന്നുണ്ട്. ആ പ്രതിബിംബം മുഴുവൻ എവിടെ വീഴുന്നുവോ ആ വീഴുന്നിടത്ത് അവ വ്യത്യസ്തമോ ഒന്നോ സബ്സ്റ്റൻസിൽ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കണ്ടനുഭവിക്കുന്നത് ഉള്ളിലല്ലേ. ആ ഉൾത്തലത്തിൽ ഞാൻ ആലിലെ കാണുമ്പോൾ ആലും, പശുവിനെ കാണുമ്പോൾ പശുവും, ചന്ദ്രനെ കാണുമ്പോൾ ചന്ദ്രനും, ഇങ്ങനെ പലതും ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ അനുഭവതലം വ്യത്യസ്തമാണോ? അനുഭവതലം എന്തനുഭവിക്കുന്നുവോ ആ അനുഭവിക്കുന്ന ആ ദ്രഷ്ടാവോ ഭോക്താവോ എന്തോ അത് പലതാണോ ഒന്നാണോ? അതുകൊണ്ട് ഈ ആലുള്ളതുപോലെ അവിടെ ഇല്ലാതെയും ആവുന്നു. അപ്പം അതിൽ വാസ്തവത്തിൽ ഒരു സത്യമുണ്ടോ എന്നാണ് ചോദ്യം. ദ്വൈതമൂലമഹോ ദുഃഖം. ഈ വ്യത്യാസബുദ്ധി മുഴുവനും നമ്മളിൽ ദുഃഖമല്ലേ തൊടുത്തുവിടുന്നുള്ളൂ. നാന്യതസ്യാസ്തി ഭേഷജം. അതിന് മരുന്ന് ഒന്നു മാത്രമേ ഉള്ളൂ, അതിനെക്കുറിച്ചുള്ള അറിവ്. ഈ ദ്വൈതം എന്ന് പറയുന്നത് ഒരു ആഭാസ രൂപത്തിൽ, പ്രതിഭാസ രൂപത്തിൽ എൻ്റെ മനസ്സിൽ അനുഭവിക്കുന്നതും അനുഭവിക്കപ്പെടുന്നതുമാണ്. എവിടെ ഞാൻ അനുഭവിക്കുന്നുവോ ഞാൻ ആ മനസ്സിലെ ഉള്ളുണർവിൽ, ആ ഉള്ളുണർവ് മാത്രമേ ഉള്ളൂ, അതൊരിക്കലും പരിണമിക്കുന്നില്ല. ദുഃഖം അനുഭവിക്കുമ്പോൾ ഞാൻ ദുഃഖത്തിൻ്റെ സാക്ഷിയായി നിന്ന് അനുഭവിക്കുന്നു. സുഖം അനുഭവിക്കുമ്പോഴോ സാക്ഷിയായി നിന്ന് അനുഭവിക്കുന്നു. ദുഃഖത്തിനും സുഖത്തിനും ഞാൻ സാക്ഷിയാണെങ്കിൽ ഞാൻ ദുഃഖമോ സുഖമോ അല്ലല്ലോ. ആണോ? ഒന്ന് ഉറപ്പിച്ച് പറയിൻ. ആ, എന്തിനെ പ്രതിഫലിപ്പിച്ചാലും എനിക്ക് മാറ്റണ്ടോ? എനിക്ക് മാറ്റണ്ടോ? എൻ്റെ ഉള്ളിലുള്ള ആ ഉണർവ് ഛിദ്രസം അത് നിർമ്മലം, സ്വച്ഛം, സ്വതന്ത്രം, ശാന്തം, പരമം, നിർബാധിതം. അതിലേശാനായി യാതൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ ജഡങ്ങൾ. ആ ജഡങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല. നമ്മുടെ ഉൾത്തലം ആ ജഡങ്ങളുടെ പ്രതിച്ഛായ ഉണ്ടാക്കുകയാണ്. ആ പ്രതിച്ഛായ ആലിനെയാണ് നിങ്ങൾ കാണുന്നത്, പ്രതിച്ഛായ ചന്ദ്രനെയാണ് കാണുന്നത്. ഈ പ്രതിച്ഛായ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ്. അങ്ങനെ ഒന്നിനെ പ്രതിഫലിപ്പിച്ചു എന്നുള്ളതിനാൽ മനസ്സിൻ്റെ മനസ്ത്വം പോയി വേറെ എന്തെങ്കിലും ആകുന്നുണ്ടോ? പച്ച നിറം കാണുന്ന കണ്ണ് പച്ചയാവോ? കറുപ്പ് നിറം കാണുന്ന കണ്ണ് കറുപ്പാവോ? കണ്ണ് പിന്നെ എന്താ? എല്ലാ നിറങ്ങളെയും കാണിച്ചു തരുന്ന രൂപമില്ലാത്ത, നിറമില്ലാത്തതാണ് കണ്ണ്. അതുപോലെ നിങ്ങൾ എല്ലാറ്റിനും സാക്ഷിയായി, എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ ദൃശ്യങ്ങൾക്കും വസ്തുക്കൾക്കും സാക്ഷിയായിരിക്കുന്ന ഉള്ളുണർവ് എപ്പോഴെങ്കിലും ഈ ദൃശ്യമായി തീരുന്നുണ്ടോ? അവിടെ ചുങ്ങിയപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ആവലാതി? ദൃശ്യമേ തൻ മൃഷാ സർവം. നമ്മളെ കൊണ്ട് പലതുമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു ചെകുത്താനാണ് ഈ ലോകം. ഏകോഹം. ലോകം എത്ര വേണമെങ്കിൽ ആയിക്കോളെ, അത് കണ്ട് അനുഭവിക്കുന്ന ഞാൻ ഏകോഹം. ചിദ്രസഹ. ചിത്താണ് അതിൻ്റെ രസം. ഉണർവാണ്, പ്രജ്ഞയാണ്. അമലഹ. ഒരു തരത്തിലുള്ള മാലിന്യവും എനിക്കുണ്ടാവില്ല. ഞാൻ ശുദ്ധ നിർമ്മലനാണ്. എൻ്റെ മിടുക്കുകൊണ്ടല്ല. ശരീരത്തിന് പുറത്തു വരുമ്പോൾ തന്നെ ഉള്ളുണർവുണ്ടായിരുന്നു. ആ ഉള്ളുണർവ് എപ്പോഴും നിർമ്മലമാണ്, അമലമാണ്, സ്വച്ഛമാണ്. എത്ര പഞ്ചഭൂതങ്ങളോടുകൂടി സമ്പർക്കം നടത്തിയാലും ഇടപെട്ടാലും ഒരിക്കലും അത് പഞ്ചഭൂതമാകുന്നില്ല.
പഞ്ചഭൂതങ്ങൾ പുറത്ത്, അനുഭവം അകത്ത്. അനുഭവം രചിക്കുന്നത് അനുഭവി, ഉണർവ്. ആ ഉണർവിന് ദ്രവ്യത്തോടു കൂടി ഒരു ബന്ധവുമില്ല. ദ്രവ്യത്തെ പ്രതിബിംബിപ്പിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ സത്യം മനസ്സിലാക്കണം. ദ്വൈതമൂലമഹോ ദുഃഖം നാന്യത്തസ്യാസ്തി ഭേഷജം ദൃശ്യമേതന്മൃഷാ സർവം ഏകോഹം ഛിദ്രസോമലഃ. ഇനി ഒരു ചോദ്യവും ചോദിച്ച് നിർത്താം. ഇന്ന് രാത്രി മുഴുവൻ ആലോചിച്ചോളൂ. അപ്പോൾ വാസ്തവത്തിൽ ഒരു ലോകം നമ്മളെ ചുറ്റിയുണ്ടോ, അതോ നമ്മുടെ മനസ്സ് ഒരു ലോകമുണ്ടെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നുവോ? ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ഉള്ളിൽ വരിക. അപ്പം പിന്നെ നിങ്ങളെ ഞാൻ കാണുന്നത് എങ്ങനെയാ? എൻ്റെ മനസ്സ് നിങ്ങളുടെ പ്രതിച്ഛായ ഉണ്ടാക്കി, ആ പ്രതിച്ഛായയാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ പ്രതിച്ഛായ മനോമയമോ അതോ നിങ്ങൾമയമോ? മിണ്ടുന്നില്ല. എൻ്റെ മനസ്സിലുള്ള പ്രതിച്ഛായ മനോമയമല്ലേ? അത് ആലായാലും പർവ്വതമായാലും. അപ്പം ആ പ്രതിച്ഛായയിലെല്ലാം കൂടി രണ്ടുണ്ടോ ഒന്നുണ്ടോ? അതാണ് ദ്വൈതം എന്ന് പറയുന്നത്. മൃഷ, മനുഷ്യനെ കബളിപ്പിക്കാനുള്ള ഒരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം ലോകമല്ല രചിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ഉണർവാണ് രചിക്കുന്നത്. ആ ചിദ്രസത്തിനെ ചിത്തായി തന്നെ മനസ്സിലാക്കി ദ്രവ്യപ്രപഞ്ചം മുഴുവനും അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരിക്കലും ദ്രവ്യപ്രപഞ്ചത്തിൽ നിന്ന് നമുക്കൊരു ബാധയുണ്ടാവാൻ വഴിയില്ല എന്ന് പറഞ്ഞ് സമാധാനമായി സന്തോഷമായി സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ട് വേണം ഇന്ന് കിടന്നുറങ്ങാൻ. ആലോചിച്ച് കിടന്നുറങ്ങും. എന്ത്? പ്രപഞ്ചം ദ്രവ്യരൂപത്തിൽ പലതുമാണ്. ഞാൻ ആ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. എൻ്റെ മനസ്സാണ് അതിൻ്റെ ഫോട്ടോ പിടിച്ച് എനിക്ക് ആക്കിത്തരുന്നത്. അങ്ങനെ എത്ര ഫോട്ടോ പിടിച്ചാലും ആ എല്ലാ പ്രതിച്ഛായകളിലും ഉള്ളത് എൻ്റെ മനസ്സാണ്. മനസ്സ് എന്ന് പറഞ്ഞ സത്യ അതൊരിക്കലും പലതാവുന്നില്ല, രണ്ടാവുന്നില്ല. പിന്നെ എനിക്ക് എന്താ ആക്ഷേപം? ഞാൻ നിർബാധിതനാണ്, സ്വച്ഛനാണ്, നിർമ്മലനാണ്. പാപം പുണ്യം ആർക്ക്? പോക്ക് വരവ് ആർക്ക്? ജനനം മരണം ആർക്ക്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര സന്തോഷമാണെന്നറിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ ജാഗ്രതയോടു കൂടിയാണ് ഇത് എടുക്കുന്നത്. നമുക്കിത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. നോക്കൂ, ഇത് ഇങ്ങനെ അല്ലാതെ പറയാൻ പറ്റില്ല. തുടരാം. കർത്തവ്യമസ്ഥി ന മമേഹ ന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യധിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി ഓം ഹരി. എല്ലാവരും കൂടെ ജപിക്കൂ. സമാപനം. ഓ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. ഇന്ന് രാത്രി ഈ ചിദ്രൂപം ചിദ്രസം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോക്കോളൂ.